മറ്റൊരു പെൺകുട്ടിയുടെ ചോദ്യം, ഒരു പെട്ടെന്ന് വിവാഹിതയാകാൻ പോകുന്ന പെൺകുട്ടിയോട് എന്ത് അഡ്വൈസാണ് നൽകാനുള്ളത്? വിവാഹം ഒരു പെൺകുട്ടി വിവാഹത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മൾ പറയുന്നത് അവളൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിന് പല ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മളൊരു കുട്ടിയായിരിക്കുന്ന ഒരു ഘട്ടം, അപ്പോൾ അവിടെ നമ്മളൊരു പിതാവിൻ്റെ സംരക്ഷണത്തിൽ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ഘട്ടം, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളൊന്നും, നമ്മളെ പഠനം മറ്റു കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോയാൽ മതി. അത് കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഘട്ടത്തിലേക്കാണ് എന്ത്, വിവാഹം. ദീർഘകാലം ഒരു സഹോദരി ഭർത്താവിൻ്റെ സംരക്ഷണത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഭർത്താവിൻ്റെ മരണശേഷം ചിലപ്പോൾ മക്കളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്നത് അതൊന്നും അധിക കാലമുള്ളതല്ല. ദീർഘകാലം അവർ ജീവിക്കുന്നത് ആരെ കൊടുത്തിട്ടാണ്. ഈ ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ ഏറ്റവും സുവർണമായ ആസ്വാദനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഒരാളെയാണ് വിവാഹം കഴിക്കേണ്ടത്. നമ്മളെ സംരക്ഷിക്കുവാൻ പര്യാപ്തമായ ജീവിത സാഹചര്യങ്ങൾ അയാൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരാളെ വിവാഹം കഴിച്ചാൽ തീർച്ചയായും തനിക്ക് വേണ്ടതെല്ലാം തരാൻ തയ്യാറായ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് ഒരു രക്ഷിതാവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ്, അനുസരണം അയാൾക്ക് കൊടുക്കണം. അതാണ് ഒരു സ്ത്രീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു പൈസയുടെ വരുമാനം പോലും അവൾക്കില്ലെങ്കിലും അവളുടെ താമസം, അവളുടെ ഭക്ഷണം, അവളുടെ ആവശ്യങ്ങളെല്ലാം അയാൾ നിർവഹിച്ചു കൊടുക്കും. ഒരുപക്ഷെ പിതാവിനേക്കാളും ഉത്തരവാദിത്തത്തോടു കൂടെ. അപ്പോൾ അങ്ങനത്തെ ഒരാളോട് എന്ത് ചെയ്യണം, ഒരു റെസ്പെക്റ്റ് കാണിക്കണം. പിന്നെ മറ്റൊന്ന്, ഒരാളുടെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ അയാളുടെ പാരൻസ്, അയാളുടെ വീട്, കുടുംബം, ചുറ്റുപാടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനാണ് വന്നതെങ്കിലും ആ ജീവിതവുമായി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം, അവിടുത്തെ സാഹചര്യങ്ങളെ കൂടെ നമ്മളൊന്ന് എന്ത് ചെയ്യേണ്ടി വരും, ശരിയാക്കി കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ അവിടെയൊക്കെ ചെറിയ ബുദ്ധിമുട്ട്, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഭർത്താവിൻ്റെ പൂർണ്ണമായ ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടെ അതൊക്കെ ഒരു നല്ല രൂപത്തിലാക്കി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം. അങ്ങനെ ആ വിവാഹത്തെ വരാവുന്ന ചില പ്രതികൂലതകളെ ഒന്ന് മാനേജ് ചെയ്ത് ആ ഭർത്താവിൻ്റെ സ്നേഹവും ഭർത്താവിൻ്റെ അനുസരണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യപരമായ ഒരു കാര്യമാണ്. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കുറേ സ്ത്രീകൾക്കൊക്കെ, പെൺകുട്ടികൾക്ക് വിവാഹം എന്ന് ഭയങ്കര ആശങ്കയാണ്. ഒന്നും ആശങ്കപ്പെട്ടതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു എയർപോർട്ടിൽ പോയിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. അപ്പോൾ അവിടെ ഇറങ്ങുന്ന സമയത്ത് നിങ്ങളോട് പറയണത്, നിങ്ങളെ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിനാണ്, ഇനി നിൻ്റെ ഫ്ലൈറ്റിൻ്റെ ടൈമൊക്കെ മാറുകയാണെങ്കിൽ ഞാനത് ചെക്ക് ചെയ്യും, നീ പുറത്തിറങ്ങുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാവും, എനിക്ക് ഫോണില്ലല്ലോ, നമ്പറില്ലല്ലോ, ഒന്നും ആലോചിക്കണ്ട എന്ന് അവിടെ പരിചയമുള്ള എക്സ്പേർട്ടായ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ പിന്നെ യാത്രയിൽ നമ്മൾ ടെൻഷൻ അടിക്കണ്ടല്ലോ, ആവശ്യമില്ല. പിന്നെ അവിടെ ചെന്ന് എങ്ങനെ ഭക്ഷണം കിട്ടുക, എവിടെ നമ്മൾ പോവുക, അവിടുന്ന് എങ്ങനെ നമ്മുടെ റൂമിലേക്ക് പോകും, അവിടുന്ന് എങ്ങനെ പുറത്തിറങ്ങും, അവിടെ എന്ത് ഭാഷ ഞാൻ സംസാരിക്കും, അവിടെ ആരെ കാണും, ഇതൊന്നും അയാൾ ആലോചിക്കണ്ട. കാരണം എന്താണ്, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കൈ പിടിച്ച് കൊണ്ടുപോകാൻ അവിടെ പരിചയസമ്പന്നരായ ഒരാൾ കാത്തു നിൽക്കുന്നു. ഇതേപോലെയാണ് വിവാഹം. എന്താണാവുക, അവിടെ ചെന്നാൽ എന്താവുക, അമ്മായിമ്മ എന്താവുക, അതൊന്നും നോക്കണ്ട. കാരണം നിങ്ങളെ പൂർണ്ണമായ സംരക്ഷണം, നിങ്ങളെ വിവാഹ ദിവസം നിങ്ങളെത്തുന്ന കൈകളിൽ നിങ്ങൾ സുരക്ഷിതയാണ്. അതുകൊണ്ട് യാതൊരു ആശങ്കക്കും അവിടെ എന്തില്ല, വകുപ്പില്ല എന്നുള്ളത്.